അടുക്കളയിൽ പണിയൊന്നും തീർക്കാതെ നീ എന്താ മുറിക്കകത്ത് വന്ന് അടയിരിക്കുന്നേ? ഞാൻ വരാൻ ചെറിയമ്മ, ജോലിയെല്ലാം ഞാൻ വന്ന് ചെയ്തോളാം. പിന്നെ എന്താ താമസം? നിന്റെ സൗകര്യത്തിന് ഇവിടെ ഉള്ളൊരു നിക്കണോ? സ്കൂളിൽ നിന്നാ. നിങ്ങൾ കണ്ടില്ലേ അവളുടെ അഹങ്കാരം? ഞാൻ സംസാരിക്കുന്നതിന് എന്തെങ്കിലും വില തന്നിരുന്നെങ്കിൽ അവളിങ്ങനെ പോവോ? കോള് വന്നത് വസുമതി കണ്ടതല്ലേ? കോൾ വന്നാലെന്താ? ഈ സമയത്ത് സ്കൂളിൽ അവൾക്ക് എന്ത് കാര്യം പറയാനാ? ഹലോ ജെഡി, ഹലോ, can you hear me? ആരാ ഇത്? ഹലോ, ആരാന്ന് പറയാൻ? ആരാടി ഫോണില്? സത്യം പറഞ്ഞോ? എന്താ നാത്തൂനെ, ഇവള് പിന്നെയും പണി ഒപ്പിച്ചോ? ഇവളുടെ ഫോണിൽ രാധാന്ന് പേരിട്ടിരിക്കുന്ന ആളോട് ഞാൻ സംസാരിച്ചപ്പോ ആൺ ശബ്ദം. ആരാന്ന് ചോദിച്ചപ്പോ കോള് കട്ട് ചെയ്തു. ഓ, ഇവള് വലിയ കല്യാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവിടെ ആർക്കും വിശ്വാസമായില്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ നമ്മളെല്ലാവരും പറ്റിക്കലാണ് ഇവളുടെ മെയിൻ പണിയെന്ന്? നിങ്ങൾ ഇങ്ങനെ അവളെ ഒന്നും പറയാൻ സമ്മതിക്കാതെ വെറുതെ കുറ്റം മാത്രം പറഞ്ഞ സത്യം എന്താണെന്ന് എങ്ങനെ അറിയും? ഇതിലിത്ര അറിയാനെന്താ? പേര് നമ്മളാരും അറിയാതിരിക്കാനും ഇവളെ സംശയിക്കാതിരിക്കാനും കള്ളത്തരം കാണിച്ചു, അത്രേ ഉള്ളൂ. എന്നാലും വല്ലാത്തൊരു ബുദ്ധി തന്നെ. അങ്ങനൊന്നും അല്ല, അത് സ്കൂളിലെ പുതിയ വൈസ് പ്രിൻസിപ്പളാ. സാറിന്റെ പേര് രാധാകൃഷ്ണൻ എന്നാ. കോണ്ടാക്ട് അയച്ചെന്ന ആള് രാധാന്നേ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനത് എഡിറ്റ് ചെയ്യാതെ സേവ് ചെയ്തതുകൊണ്ടാ അങ്ങനെ വന്നത്. എനിക്ക് അപ്പോഴേ തോന്നി ഇത് ഇങ്ങനെ വല്ലതും ആയിരിക്കുമെന്ന്. ദുർഗേച്ചി എങ്ങനെ വേദനിപ്പിക്കലല്ലാതെ നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ? കഷ്ടം തന്നെ നിങ്ങളുടെയൊക്കെ കാര്യം. മോള് ചെല്ല്, റൂമിലോട്ട് ചെല്ല്. പോ, ഫോണിങ്ങിതാ. ഇത് ഞാൻ പറഞ്ഞു തന്നെ സത്യം. അവൾക്ക് എന്തോ ചുറ്റിക്കളിയുണ്ട്, അതുറപ്പാ.